ഹലോ ഗൈസ്, ഒരു ലെറ്റ്സ് പ്ലേ വേൾഡ് തുടങ്ങുക. നമ്മൾ ക്രിയേറ്റ് കീ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ആദ്യം വുഡ് മൈൻ ചെയ്യാം. ഫസ്റ്റത്തെ ഞാനൊരു സുധി ഫാനാണ്, അപ്പോൾ ഒരു വുഡ് അവിടെ മാറ്റി വെക്കാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ള വുഡൊക്കെ മൈൻ ചെയ്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളും ആക്സും പിക്കാക്സും ഒക്കെ ഉണ്ടാക്കണം. ഒരു 3 ഷീപ്പിനെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ബെഡ് ഉണ്ടാക്കണം. അതൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, നല്ല ബാക്കിയുള്ള ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യം ലോക്ക് ഉണ്ടാക്കുക, കഴിഞ്ഞിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യുക, കഴിഞ്ഞിട്ട് ആക്സ് ഉണ്ടാക്കുക, സ്റ്റിക്ക് എടുത്തതിന് ശേഷം കഴിഞ്ഞിട്ട് ഒരു പിക്കാക്സും ക്രാഫ്റ്റ് ചെയ്യാം. അല്ലാതെ മരം കഴിച്ച് പോയാലേ ശരിയാവില്ല, ഇതൊരു വൃത്തികേടാണ്. ഒരു നല്ല ബേസ് ഉണ്ടാക്കും വേണം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു വീടുണ്ടാക്കി ഒരു നല്ല സ്ഥലം കണ്ടുപിടിച്ചാൽ ആദ്യം. ഞാൻ അടിയിൽ ഇറങ്ങിയിട്ടുണ്ട് സ്റ്റോൺ മൈൻ ചെയ്യട്ടെ. മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം വീഡിയോയിൽ കാണിക്കാം. എല്ലാ ക്രാഫ്റ്റിങ്ങും അതേമാതിരി എല്ലാ ഫാർമുകളൊക്കെ, ബേസിക് ഫാർമുകളൊക്കെ വീഡിയോയിൽ കാണിക്കാം. ക്രാഫ്റ്റിനെ വിളിച്ചാണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുക ആദ്യം. അപ്പോൾ നമുക്ക് പിക്കാക്സും ഒരു സോഡും ഒരു ആക്സും മതി. ഒരു ഫർണസും ഉണ്ടാക്കിവിടെ ഒന്ന് ലെവലാക്കി വെച്ചാട്ടെ. ഇൻവെൻ്ററി ഒന്ന് ക്ലീനാക്കി ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചാണ്ട് ഇവരുടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. നല്ല ബേസൊക്കെ മാറ്റിയ സ്ഥലം ഉണ്ടാകുന്ന തപ്പാൻ വേണം. അതേപോലെ ഷീപ്പിനെയും കണ്ടുപിടിച്ചണം, എന്നാലേ ശരിയാവുള്ളൂ. ഷീപ്പുണ്ടെങ്കിൽ നൈറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോംബി ഒന്ന് സീസാകും. ഞാനൊന്ന് ഷീപ്പിനെ ഒന്ന് തപ്പിയാക്കട്ടെ. ഷീപ്പിനെ കണ്ടാൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഷീപ്പിനെ കണ്ടില്ല, പക്ഷേ കോയിനെ കണ്ടു. പുതിയ കോയിനെ നോക്കി നിന്നാലേ ഇപ്പം നൈറ്റാവും. ഞാൻ പോയി ഒന്ന് തപ്പിയാക്കട്ടെ. ആ കാണുന്ന നെതർ പോർട്ടലാണല്ലോ. നാണ്ടൊന്ന് പോയി നോക്കാം നമുക്ക് എന്താ അവസ്ഥ എന്ന്. എല്ലോട്ടുണ്ടോയെന്നൊക്കെ അറിയാലോ. നമുക്കൊരു ഐലൻഡ് ആണല്ലോ, ബേസൊക്കെ പറ്റിയ സ്ഥലം. ജസ്റ്റ് നോക്കാം നമുക്ക്. അതെ അതെ, ഇതൊരു ഐലൻഡാണ്. നമുക്ക് ബേസ് വെക്കാൻ പറ്റിയ സ്ഥലമാണ് കണ്ടിട്ട്. കണ്ട് വെട്ടി മാറ്റിയാൽ നല്ല പ്ലെയിൻ സ്ഥലം കിട്ടും. അവിടെ ഒരു പെര ഉണ്ടാക്കിയാൽ സൂപ്പറാവും. എടുത്തൊരു നെതർ പോർട്ടലും എല്ലാം സെറ്റായല്ലോ. അപ്പോൾ ഇവിടെ തന്നെ പെര ഉണ്ടാക്കാം. അതിൽ പോയി ലൂട്ട് നമുക്ക്. അതിൽ ചെസ്റ്റ് ഉണ്ടാവുമല്ലോ. ചെസ്റ്റ് എവിടെ ചെസ്റ്റ് കണ്ട് എന്തൊക്കെയുണ്ട് എന്നാവും. ആക്സും പാൻറ്റും ഉള്ളതല്ലേ, കാര്യമായിട്ട് അതിനുള്ളൂ. ബാക്കി കടന്നോട്ടെ. ആക്സിൽ ഷാർപ്പ്നെസ് പോറാക്കെ ഉണ്ട്, തിരക്കിടില്ല. അപ്പം ഇനി ഷീപ്പിനെ കൂടി കിട്ടിയാൽ സംഗതി സെറ്റായി. 3 ഷീപ്പിനെ കൂടി ഇന്ന് തപ്പട്ടെ. നിങ്ങൾ കണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഈ സ്പ്രൂസ് ബയോമിൽ ഷീപ്പൊന്നും സ്പോണാവില്ല, അതാണ് പ്രശ്നം. നമുക്ക് വേറെ എവിടേക്കും ഒന്ന് പോയേക്കാം. ഒരു ബോട്ട് ഉണ്ടാക്കിയാണ്ട് ഒന്ന് തുഴന്ന് പോയേക്കാം വേറെ വല്ല ബയോമുക്കും.
ബോട്ടിൽ നമുക്ക് കുറച്ച് വുഡ് പ്ലാങ്ക് ഉണ്ടാക്കിയാൽ നമുക്ക് ഉണ്ടാക്കാം. പോരുന്ന കൈക്കലൊരു പിഗിനെ കണ്ടിനു, അതാണ് ആ കൈക്കൽ ഒരു ഇറച്ചി. നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കടലിൽ ഇങ്ങനെ പോയി നോക്കാം, വേറെ വല്ല ഭയവും കണ്ടാലോ. അവിടെ ഫുള്ള് കടലാണ്. ഞങ്ങളുടെ സൈഡിൽ തന്നെ പോന്നു. അപ്പോൾ അതാ കണ്ടു ഒരു ബ്രിഡ്ജ്, ലോകമൊക്കെ ഉണ്ട്. മുമ്പ് തന്നെ അങ്ങോട്ട് ഷീപ്പ് നിൽക്കട അവിടെ. ഒരു കോളായി, ഇനിയും 2 ആളെ കിട്ടണം. നൈറ്റ് ആവാൻ തുടങ്ങി, ഇല്ലെങ്കിൽ നമ്മൾ പെടും. കൗവ് നമ്മളാണ് സീസാക്കുക. കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. ഷീപ്പിനെ കാണുന്നില്ലല്ലോ. നൈറ്റായിട്ടാ സീനാവും. പേടിയൊന്നുമില്ല, അടിയിൽ കുഴിച്ചാൽ കുത്തിറന്നാൽ മതി. നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ കുറച്ച് മൈനിങ് ഒക്കെ ചെയ്താൽ മതി. ഇപ്പോൾ മോർണിംഗ് ആവും. ഇതേ കുതികാടി സോംബിയൊക്കെ സ്പോണാൻ തുടങ്ങി. ഒരു ഷീപ്പ് കയറിപ്പോൾ. ഇനി എന്തായാലും ഒരു കുയ്യുണ്ടാക്കി അവിടെ കുത്തിറക്കാം. നല്ല വേമാണ് ക്രീപ്പർ വരും. നല്ല മൂട, കണ്ണ് കാണുന്നില്ല. ഇവിടെ നിന്ന് വലുതാക്കി എടുത്തട ഞാൻ. ഇവിടെ നിന്ന് ഇടകട്ടൊക്കെ ഒഴിവാക്കിയിട്ട് ഫാർമസ് വെച്ചാൽ കുറച്ച് വെളിച്ചുണ്ടാവും. ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ, പൈച്ചുണ്ട്. സ്ലാബാണ് നല്ലത്, സ്ലാബ് ഉണ്ടാക്കട്ടെ. സ്ലാബാണ് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ലാഭം, ഫുഡൊക്കെ ഇണീനാട്ടി. ഇന്ന് തിന്നാലേ നമുക്ക് ഓടുള്ളൂ. കഴിക്കട്ടെ ഒന്നും കൂടി പൗതിയായിട്ടുള്ളൂ. ഫുള്ളായി. എന്നാലും ഇവിടെ ഫുഡ് ഉണ്ടാക്കിയൊക്കെ നമുക്ക് ഇനി ആവശ്യം വരും. പുതിയവിടെ മൈൻ ചെയ്ത് അടിയിലേക്ക് പോയോക്കട്ടെ. അതിലേക്ക് ഒന്ന് കണ്ടാലോ. കുറച്ച് സ്റ്റോണൊക്കെ മൈൻ ചെയ്തൊക്കെ, കോപ്പർ സ്റ്റോണും ഒക്കെ പെരണ്ടാക്കാനും ഇതിനൊക്കെ വേണ്ടി വരും. ടോർച്ചില്ല. ഒരു ഒഡ് കത്തിച്ചാൽ നമുക്ക് ചാർക്കോൾ ഉണ്ടാക്കാം. ഒരു വുഡ് ചെയ്യാണ്ട് ചാർക്കോള്, അപ്പോൾ നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കാം. ചാർക്കോൾ കിട്ടി, ഒരു ടോർച്ച് ഉണ്ടാക്കാൻ. ക്രാഫ്റ്റിംഗ് ടേബിളിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, ഞാൻ വെച്ചോന്നേ ഉള്ളൂ. ഇൻവെൻ്ററി വെച്ചാണ്ട് നമുക്ക് ഉണ്ടാക്കാം, ഒന്നൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മൈൻ ചെയ്താണ്ട് വരാം. ഒരു പിക്കാക്സ് പൊട്ടി, ഇപ്പോൾ അടുത്തുണ്ടാക്കാം. എന്താ ഇപ്പോൾ രാവിലെ ആയോ നോക്കാം. രാവിലെ ആയി. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ പൊട്ടിച്ചെടുപ്പോൾ ഫാർമസും ടോർച്ചൊക്കെ കിടന്നോട്ടെ. ഡേർട്ടോടെ രാവിലെ ആയി. അവിടെ സോമ്പിന്നൊക്കെ ചാവുണ്ട്. ഈ 2 ഷീപ്പിനും കൂടി കണ്ടുപിടിച്ചിട്ട് പോവാം. ഞാൻ ഷീപ്പിനെ കണ്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഷീപ്പിനെ കണ്ടു. ഊളുതാ ഒരാളുള്ളൂ.
ക്രാഫ്റ്റിനൊക്കെ ഒന്നും നമുക്ക് കിട്ടില്ല. ഇതാക്കണം ഇപ്പോൾ ബെഡ് ഉണ്ടാകുള്ളതായി. എന്നാൽ നേരെ ബേസിലോട്ട് പോവാം. ബേസൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പോയിട്ട് നമുക്ക് ബേസൊക്കെ സെറ്റാക്കാം. അതാ കൊച്ചു കൂടും. എന്ത് മുഖത്ത് അതങ്ങനെ ബെഡ്റൂം അടിച്ചതിൻ്റെ കാര്യമേ. വില്ലേജ് അടുത്തുണ്ടാവും. അപ്പോൾ അതാണ്ട ഇത്രയും നേരം ഷീപ്പിന് തപ്പീനു, ഒറ്റൊന്നും കണ്ടില്ല. അപ്പോൾ അത് നിൽക്കണ കണ്ടില്ലേ? ഷീപ്പേ ഉണ്ടാവുള്ളൂ. അതാ മുമ്പിൽ സ്പോണായി ഷീപ്പിനെ തപ്പി പോകുമ്പോൾ ഷീപ്പിനെ കിട്ടില്ല നമുക്ക്. അല്ലാത്ത തരത്തൊക്കെ ഷീപ്പ് തന്നെ കാര്യം മുമ്പിൽ. പിന്നെ ഈ ബേസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. സ്ഥലത്തി കയറി പോവാൻ ബോട്ട് വെട്ടിച്ചിട്ട് പോവാം. അവിടെ പോയിട്ട് മരമൊക്കെ ഫുള്ള് ക്ലീൻ ആക്കണം. മരം ഫുള്ള് വെട്ടി ഒഴിവാക്കണം. ഐലൻഡ് ഫുള്ള് ക്ലീൻ ആക്കണം. അതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. കുറച്ച് നേരത്തെ പണി ഉണ്ടാവുക. ഇനിയിപ്പിക്കേണ്ട ബെഡും സാധനമൊക്കെ വെച്ച് ചെറിയ ബേസ് സെറ്റാക്കട്ടെ. ഇവിടെ വെക്കല്ലേ, നല്ല സ്ഥലം. ഞാൻ അവിടുന്ന് കുറച്ച് ഷുഗർ കെയിനൊക്കെ കൊടുന്നു. അപ്പോൾ അത് നമ്മൾ നട്ടക്കാം. ഉണ്ടായിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാക്കാം. ബെഡും ഇതൊക്കെ വെച്ച് കണ്ട് സെറ്റ് ചെയ്യാം. ആദ്യം ക്രാഫ്റ്റിൻ്റെ വിളിച്ചു ഫർണസ് വെക്കുക. കുറച്ച് ബീഫും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കുക. സ്ലാബ് ഒന്നുകൂടി ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ബെഡും ക്രാഫ്റ്റ് ചെയ്യാം, സ്ലാബും ക്രാഫ്റ്റ് ചെയ്യാം. സ്ലാബായി കിട്ടിയതിന് ശേഷം ബെഡൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഒന്ന് സെറ്റാവാം. റെസ്പോൺസ് സെറ്റ് ചെയ്തു. ഫുഡ് സെറ്റാവട്ടെ. അവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയാണ്ട് നമുക്ക് ഇൻവെൻ്ററിക്ക് ഒന്ന് ക്ലീൻ ആക്കി വെക്കാം. കുറേ ബ്ലോക്കും ഇതൊക്കെ ഞാൻ അവിടുന്ന് മൈൻ ചെയ്തുകൊണ്ട് ഒക്കെ ഉണ്ട്. വെച്ചതിന് ശേഷം ഒക്കെ തീ കിടന്നോട്ടെ. ഇല്ലാതോറും ഒക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകുമ്പോൾ നമുക്ക് തീ നിർക്കാം. ഇനി ഫുള്ള മരം മുറിച്ചലാണ് പണി. ഫർണസ് ലോക്ക് ആയിക്കണം. ഈ മരമൊക്കെ മുറിക്കണ ടൈം ലാപ്സ് കണ്ടുകൊണ്ട് വരും. അപ്പോൾ ഇത്രയും വുഡ് കിട്ടിക്കണം, സാപ്ലിങ്ങും. ഇനി പ്ലാന് പറഞ്ഞുതരാം. ഞാനൊരു മാപ്പ് ഉണ്ടാക്കിയാണ് പറഞ്ഞുതരാം. ഷുഗർ കെയിൻ അപ്പോൾ വേണം മാപ്പ് ഉണ്ടാക്കണമെങ്കിൽ. ഷുഗർ കെയിൻ പൊട്ടിച്ചാണ്ട് ക്രാഫ്റ്റിൻ്റെ വെച്ചാൽ നമുക്ക് പേപ്പറാക്കി കിട്ടും. പേപ്പർ വെച്ച് നമുക്കൊരു മാപ്പ് ഉണ്ടാക്കാം. 9 പേപ്പർ ഉണ്ടെങ്കിൽ
ഒരു മാപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് മാപ്പ് വെക്കുക. മാപ്പ് ഉണ്ടാവും. ഇതിലാണ് നമ്മളെ ഫാർമും പേരൊക്കെ ഉണ്ടാക്കാനുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന വലിയ ഐലൻഡാണ് നമ്മൾ ബേസ് ഉണ്ടാക്കാനുള്ള ഐലൻഡ്. അപ്പോൾ ഇത് അവിടെ അങ്ങനെ ആയിട്ട് നമുക്ക് പേര ഉണ്ടാക്കാം. ഇപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോന് ലെങ്ത്ത് കൂടിയെന്നറിയാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ റെഡിയാക്കാം. അതേമാതിരി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീട് ഉണ്ടാക്കണം, ഫാർമ് സെറ്റ് ചെയ്യണം. ഇനി അടുത്ത എപ്പിസോഡ് നോക്കാം. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.